എന്തു ബാധ്യതയുടെ പേരിലാണെങ്കിലും ഇവിടെ ഇങ്ങനെ നരകിച്ച് നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ? ചില കാറ്റ്, ചിലപ്പോ മഴയാവും, ഒക്കെയും വന്ന് തിരക്കുന്നത് ഒരാളെ കുറിച്ചാ. ഒൻപതാം ഭാവത്തിലെ രാഹുസ്ഥിതി ക്ലേശഫലം കാണിക്കുന്നു. പരമശിവന് ധാര മുടക്കാതിരിക്കുക. പ്രാർത്ഥനയും ദേവപ്രീതിയും മാത്രമാണ് ഇനി ഏകരക്ഷ. അപ്പോ പറഞ്ഞതുപോലെ ധാര മുടക്കണ്ട. ഭദ്രേട്ടാ. ജപിച്ച ഭസ്മം എടുക്കാം. കുഞ്ഞോളെ, ഇതിപ്പോ അങ്ങോട്ട് കാശ് കൊടുത്ത് ദുരിതങ്ങൾ വാങ്ങിച്ച പോലും ഉണ്ട്. അല്പം മനസ്സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ അതും കൂടി പോയി കിട്ടി. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്, കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങിയെന്ന്. ഭദ്രേട്ടനൊന്നും വരുന്നുണ്ടോ? ഓ, ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയണം. നല്ല ശങ്ക്, ഇഷ്ടപ്പെട്ട എനിക്ക്. നല്ല ലക്ഷണമല്ല പറഞ്ഞത്, പിന്നെ എന്തിനാ ഇത് കൊടുക്കുന്നത്? അച്ഛാ, മോളെ, എന്തു പറ്റി അച്ഛാ? എന്താ ഇന്നലെ സംഭവിച്ചേ? ഏയ്, ഒന്നും പറ്റിയില്ല മോളെ. ഒന്നും പറ്റാൻ ഭഗവാൻ അനുവദിച്ചില്ല. ഭഗവാൻ കാത്തു. എന്താ ദാസേട്ടാ, ഇവിടെ പ്രധാനമന്ത്രി വല്ലതും വരുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ മുഴുവൻ പോലീസുകാരാണല്ലോ. എത്ര സ്ഥലത്ത് ചെക്കിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റിവിട്ടെന്നറിയോ? പ്രധാനമന്ത്രി പ്രസിഡന്റ് വരുന്നതുകൊണ്ടല്ല, എനിക്ക് സുരക്ഷയൊരുക്കി പോലീസ് കാവല് നിൽക്കുന്നതാ. സത്യാണോ? സത്യം. ഇന്നലെ ഭഗവാൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോ നിങ്ങൾക്കെന്റെ ശവം കൂടി കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെയൊന്നും പറയില്ലേ അച്ഛാ. മഹിയുടെ കൂട്ടുകാരൻ പോലീസിന്റെ ജോലിയൂടെ പോയെന്നെ. അച്ഛാ, അച്ഛനെ രക്ഷിക്കാൻ ഭഗവാൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഭഗവാനോ? അത് കൊള്ളാലോ. നമ്മൾ നല്ലത് മാത്രം ചെയ്ത് മനസ്സുരുകി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ നമ്മളെ കൈവിടില്ല. അങ്ങനെയൊക്കെയാണോ? അത് കൊള്ളാലോ. തന്റെ ഭഗവാനോട് എന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ. തന്റെ എന്ത് കാര്യം പറയാനാ? എടോ, ഞാനിങ്ങനെ പുര നിറഞ്ഞു നിൽക്കുമല്ലേ. എനിക്കും വേണ്ട ഒരു കുടുംബവും കല്യാണവും കുഞ്ഞും. നല്ല കഥയായി. എടോ മാഷേ, തനിക്ക് പെണ്ണു നോക്കലല്ല ഭഗവാന്റെ ജോലി. അല്ല, തനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഇപ്പൊ എവിടുന്ന് കണ്ടുപിടിക്കും? അച്ഛാ, ആ വനിതാ ജയിലെങ്ങാനും ആദ്യത്തെ ഭർത്താവിനെ തല്ലിക്കൊന്നതോ വിഷം കൊടുത്തു കൊന്നതോ ആയ ഏതെങ്കിലും നല്ല പെണ്ണുങ്ങളുണ്ടെങ്കിലേ, അതിപ്പോ സൈനൈഡ് കൊടുത്തു കൊന്നതായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടാം കെട്ടിന് തയ്യാറായിട്ടെ ഇവിടെ ഒരു പയ്യൻ നിപ്പുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ദാസേട്ടാ, ഇപ്പൊ മനസ്സിലായല്ലോ മോളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന്. ആ പാവ അമ്മ എങ്ങനെ സഹിക്കുന്നെന്തോ. ഈ സ്വഭാവം വെച്ച് തന്നെ കെട്ടാൻ ആര് വരുമോ എന്തോ. ആ, താനൊരു കാര്യം ചെയ്യേ, ആ ഭഗവാനെ അങ്ങ് കെട്ടിക്കോ. കെട്ടുവിടോ, വേണ്ടി വന്ന ഞാൻ ഭഗവാനെ തന്നെ കെട്ടും. തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് കെട്ടും. ഓ, സന്തോഷം. അതോടെ ഭഗവാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ. നിങ്ങൾ രണ്ടുപേരുടെയും വഴക്ക് കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ അധിക സമയം ഹോസ്പിറ്റലിൽ കിടത്തുമെന്ന് തോന്നുന്നില്ല. അറിയാം ദാസേട്ടാ, ഇവിടെയും സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് ജാമ്യം എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തോ ഇപ്പോ എനിക്ക് ജാമ്യം കിട്ടുമെന്നൊരു തോന്നൽ. അപ്പോ നമ്മൾ ജാമ്യം വാങ്ങും ദാസേട്ടാ. കൈക്കെങ്ങനുണ്ട്? കുറവുണ്ട്. എത്ര വേദന തോന്നിയാലും
ഇഷ്ടപ്പെടുന്നവർക്ക് നോവുണ്ടാവാത്ത നോക്കണം, അല്ലേ? ജീവിതമല്ലേ, വേദനകൾ ഉണ്ടാവും. ചില വേദനകൾ മറ്റെന്തെങ്കിലും സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ മനസ്സ് പാകപ്പെടും. മനസ്സ് സങ്കടങ്ങളുമൊക്കെ ഒരാൾക്ക് മാത്രമാണെന്ന് കരുതരുത്. അറിയാം, ചില നേരങ്ങളിൽ മനസ്സ് വല്ലാതെ നോവും. അപ്പോ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി ദൂരേക്ക് നോക്കിയിരിക്കും. അവിടെ പാതി വഴിയിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ആ മുഖത്തേക്കൊന്ന് നോക്കാനുള്ള ധൈര്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചിലപ്പോ ഒരു കാലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന്റെ മുഖമാണെങ്കിലോ എന്നൊരു ഭയം. എന്തു ബാധ്യതയുടെ പേരിലാണെങ്കിലും ഇവിടെ ഇങ്ങനെ നരകിച്ച് നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ? ചില കാറ്റ്, ചിലപ്പോ മഴയാവും, ഒക്കെയും വന്ന് തിരക്കുന്നത് ഒരാളെ കുറിച്ചാ. കണ്ണെത്തും ദൂരത്തുണ്ടെന്നെങ്കിലും വെറുതെ പറയാലോ എന്ന് കരുതിയ. അതിന് സ്വയം നരകിക്കണോ? ഇനിയും കണ്ടിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോ വേണ്ട, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നു. അതും കൂടി തീരുമ്പോ ഞാൻ പോകുമ്പോ തോട്ടത്തിൽ എനിക്കായി മാത്രം പൂക്കാറുള്ള ആ വെള്ള ചെമ്പരത്തി ചെടിയില്ലേ, അതും കൂടി ഞാൻ കൊണ്ടുപോകും. മണമില്ലെങ്കിലും ആ പൂവ് മാത്രം മനസ്സ് നൊന്താ ചിരിക്കാറ്. നിക്ക് പോയ വാശിയൊന്നും അല്ലല്ലോ തിരിച്ചു വന്നപ്പോ. എന്താ രമേശി ജോത്സ്യം പറഞ്ഞത്? രമേശ് പറയില്ല, ഞാൻ പറയാം. സമയം അത്ര നല്ലതല്ല. ശനിയുടെ അപകാരമുണ്ടത്രേ. 12 വ്യാഴം, സർപ്പദോഷം, ഭുജദോഷം, ഇതെല്ലാം തലയ്ക്ക് മീതെ നിൽക്കുക. ആ, അത് ജോത്സ്യം പറഞ്ഞത് ശരിയാ. ശനിയുടെ അപഹാരം കൂടെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരുടെയും ജാതകത്തിലും ഒരു പ്രായത്തിൽ ശനിയുടെ അപകാരം ഉണ്ടാകാറുണ്ട്. ദോഷപരിഹാരക്രിയകളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പരിഹാരക്രിയ കൊണ്ട് തീരുന്ന ദോഷമല്ലിത്. അകാല മരണത്തിന് വരെ സാധ്യതയുണ്ടെന്നാ ജ്യോത്സ്യം പറഞ്ഞത്. ശത്രുക്കള് ചുറ്റിലുമുണ്ടെന്ന്. ആ, ജ്യോത്സ്യം പറഞ്ഞു സത്യോ? അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾ കുറയ്ക്കണം. പ്രാർത്ഥന മുടക്കരുത്. ബാക്കിയൊക്കെ ഭഗവാൻ കാത്തോളും.